ഏകദേശം ഒരു 11:45 ആയപ്പോഴത്തേക്കും നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. പക്ഷേ ലഗേജസ് ഒക്കെ റിസപ്ഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോയത്. കാര്യം ബാങ്കോക്കിലെ ടൈം രാത്രി 8:30 മണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ്. 3 മണിക്കൂർ മുന്നേ നമ്മൾ എയർപോർട്ടിൽ ചെന്നാൽ മതി. അപ്പോൾ അതിനിടയ്ക്കുള്ള അത്രയും സമയം നമുക്ക് നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം പോകുന്ന ഒരു ഷോപ്പിംഗ് മോളിലോട്ട് പോയി. അതിന് വേണ്ടിയിട്ട് മെട്രോ കയറാൻ വേണ്ടി നിൽക്കുന്ന ആ സ്റ്റേഷനിൽ തന്നെ ലോസൺ എന്ന് പറയുന്ന ഒരു കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട്, 7-Eleven പോലെ. അവിടുന്ന് നമുക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചതിന് ശേഷം മെട്രോയിൽ കയറി 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേഷനിൽ ഇറങ്ങി. എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ സ്കൈ വോക്ക് ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫിനെയാണ് ഈ കാണിക്കുന്നത്. അവരെ എല്ലാ സ്ഥലവും തൂത്ത് വൃത്തിയാക്കി ക്ലീൻ ആക്കി ഇടും. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ നടന്നു പോയിട്ടും ഇതെല്ലാം ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ സ്കൈ വോക്കിലൂടെ നടന്നു പോകുന്നത് നമ്മൾ സ്ഥിരം പോകുന്ന സെൻട്രൽ മോളിലോട്ടാണ്. അതിന്റെ തൊട്ടടുത്താണ് നമ്മളെ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച ആപ്പിൾ സ്റ്റോർ. അപ്പോൾ ഷാസിക പറഞ്ഞു വെറുതെ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് പോകാമെന്ന്. അപ്പോൾ ശരി, ഞാനും വിചാരിച്ചു സമയമുണ്ടല്ലോ ജസ്റ്റ് കയറി കറങ്ങി കണ്ടിട്ട് പോകാമെന്ന്. അവിടെ കയറിയതും ഹൈസാബി ഓടിക്കളി തുടങ്ങി. ഹൈസയുടെ കളിയും ചിരിയും കണ്ടുകൊണ്ട് മ്യാൻമാർ നാട്ടിലെ ഒരു പെണ്ണ് എൻ്റെ അടുത്ത് അവളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ അതും സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഷയാസിക എന്നെ അടുത്തോട്ട് വിളിച്ചു. ഷയാസിക്കയുടെ കയ്യിൽ അവൾ ഡിസ്പ്ലേക്ക് വെച്ചതല്ലാതെ ഒരു പുതിയ കവർ ഉൾപ്പെടെയുള്ള ഒരു ഫോൺ ഇരിക്കുന്നു. ആ ഫോണാണ് iPhone 15 Pro Max. അപ്പം എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചു. ഞാനിത് വാങ്ങിക്കട്ടെ, എന്താണ് നിന്റെ അഭിപ്രായം? പിന്നെ നാട്ടിലത്തെ പൈസയും അവിടുത്തെ പൈസയായിട്ടുള്ള എല്ലാം കമ്പയർ ചെയ്ത് എന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. നമുക്ക് ടാക്സ് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ റീഫണ്ട് ചെയ്യും, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ശരി, ഷാസിക്കായ്ക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിലും ഷാസിക്കായ്ക്ക് ആവശ്യമുണ്ടെങ്കിലും വാങ്ങിച്ചോളൂ. അങ്ങനെ പറഞ്ഞപ്പോൾ ഷയാസിക്ക രണ്ടും കൽപ്പിച്ച് ആ ഫോൺ വാങ്ങിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പേപ്പറൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. പൈസ എല്ലാം കൊടുത്തപ്പോഴത്തേക്കും ഹൈസാബി ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഹൈസായ്ക്ക് പിന്നെ എൻ്റെ കൂടെ ആ പേപ്പറിൽ എഴുതണം, അങ്ങനെ പല രീതിയിലുള്ള വാശിയായി. പിന്നെ അവളുടെ റുട്ടീൻസും ഒന്നും കറക്റ്റായിട്ട് നടക്കാത്തതിൻ്റെയും ഫുഡ് കഴിക്കാത്തതിൻ്റെയും ഒക്കെ ഉള്ള ഒരു ദേഷ്യം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അവൾ ഹാപ്പി ആണെങ്കിലേ നമ്മളുടെ റുട്ടീൻസും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യവും നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഹാപ്പി ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് ആ ഫോണും അതിന് വേണ്ടിയിട്ട് ഒരു കേസും വാങ്ങിച്ച് കവറിനകത്തിട്ട് തുറന്നു പോലും നോക്കാതെ ഡയറക്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇന്നത്തെ ദിവസത്തെ പ്ലാനിനകത്ത് പ്രത്യേകമായിട്ടും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു. അതാണ് പോകുന്നതിന് മുന്നേ ഷാബ് ഒന്നും കൂടെ കഴിക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റ് തപ്പി നോക്കി. ആ മോളിനകത്ത് തന്നെ ഉള്ള ഒരു ഷാബ് കിട്ടുന്ന റെസ്റ്റോറൻറ്റിനകത്ത് പോയി അവിടെ ടേബിൾ റിസർവ് ചെയ്ത് നമ്മൾ കഴിക്കാനിരുന്നു. ഹൈസാബിക്ക് ആദ്യം തന്നെ കുറച്ച് ഫ്രൈസും അവിടുന്ന് ഹൈസ കഴിക്കുന്നതായിട്ടുള്ള കുറച്ച് ഫുഡ്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവളെ സെറ്റിൽ ഡൗൺ ആക്കി. അതിനുശേഷം ഷയാസിക്ക നമുക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാൻ തുടങ്ങി. നമ്മൾ മുന്നേ കഴിച്ചിട്ടുള്ള ഷാബുവിൻ്റെ പോലെ ആയിരുന്നില്ല ഇത്. അവിടെ എന്ന് പറഞ്ഞാൽ കൺവെയർ ബെൽറ്റിനകത്തൂടെ എല്ലാ സാധനങ്ങളും പോകും. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഫുഡിനകത്തുള്ള സ്റ്റിക്കോ ക്ലിപ്പോ അനുസരിച്ച് നമുക്ക് ലാസ്റ്റ് ബില്ല് വരും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ബാർകോഡ് ഫോണിൽ സ്കാൻ ചെയ്യുമ്പം ഇവരുടെ മെനു വരും. നമ്മുടെ ഇഷ്ടാനുസരണം അതിനകത്ത് തന്നെ ഓർഡർ കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ സ്റ്റാഫ് കൊണ്ടുവന്ന് സെർവ് ചെയ്യും. അങ്ങനെയായിരുന്നു. മെനുവിൽ ഉണ്ടായിരുന്നതായിരുന്നു സൂഷി, റോ ഫിഷും സ്റ്റിക്കി റൈസും ഒക്കെ ആയിട്ടുള്ളത്. അതൊരെണ്ണം ഷാസിക്ക ഓർഡർ ചെയ്തു. ഞാൻ ട്രൈ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് പിന്നെ ഷാസിക്ക എൻകറേജ്മെന്റ് ഒക്കെ തന്നതിന് ശേഷം ഞാനത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഷാസിക്ക മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷാസിക്കയ്ക്ക് സാൽമൺ വേണ്ട, ട്യൂണ മതി എന്ന് പറഞ്ഞു. എനിക്ക് ഓർഡർ ചെയ്തതിനകത്ത് 2 സാൽമന്റെയും 2 ട്യൂണയുടെ ആയിരുന്നു
തന്നിട്ടുണ്ടായിരുന്നത്. കൂടെ ഒരു ഗ്രീൻ കളർ പേസ്റ്റ് വസാബി എന്ന് പേരുള്ളതും പിന്നെ ഒരു സോയാ സോസിന്റെ ഡിപ്പുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കഴിക്കേണ്ട രീതിയൊക്കെ ഷാസിക പറഞ്ഞു തന്നു. ഒരു ഇത്തിരി വസാബി എടുത്ത് ആ സൂഷിയുടെ മുകളിൽ വെച്ചതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട്. അതാണ് അതിന് ഫുൾ സ്പൈസിനെസ്സും അതിന്റെ ഒരു ടേസ്റ്റും ഒക്കെ തരുന്നതെന്ന്. പക്ഷെ എനിക്ക് വസാബി തീരെ ഇഷ്ടമായില്ല. ഷാസികയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സോയാ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചു. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി. എനിക്ക് വലിയ വികാരം ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല. ഒരു ചെറിയ മീനിന്റെ ചൊവയുള്ള ഒരു ജെല്ലി അല്ലെങ്കിൽ ഒരു ബട്ടർ കഴിക്കുന്ന പോലെ കഴിക്കാം. അതിന്റെ കൂടെ ആ സ്റ്റിക്കി റൈസ്, മാംഗോ സ്റ്റിക്കി റൈസിന്റെ കൂടെ ഉള്ള പോലത്തെ റൈസും ചവയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഇനിയും ട്രൈ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ യെസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ട്രൈ ചെയ്യും. പിന്നെ അവിടുന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് ഷാസിക ഓർഡർ ചെയ്തു. നൂഡിൽസ്, ഡംപ്ലിങ്സ്, പിന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് മഷ്റൂംസ്, അങ്ങനെ നമ്മൾ സ്ഥിരം കഴിക്കുന്നതൊക്കെ. സൂപ്പ് കഴിയാറായി എന്ന് തോന്നുമ്പോൾ അവർ വീണ്ടും കൊണ്ടുവന്ന് റീഫിൽ ചെയ്ത് തരും. അങ്ങനെ അതെല്ലാം കഴിച്ച് കുറച്ച് സമയം എടുത്ത് റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ചു നേരം മോളിനകത്ത് തന്നെയൊക്കെ കറങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടുന്ന് തിരിച്ച് റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ നടന്നപ്പോഴാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച ആ സ്ട്രോളറും വീൽ ചെയറും കൊണ്ടുവരുന്ന ലിഫ്റ്റിനകത്ത് ഷയാസിക്ക കുഞ്ഞിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു പോർഷനാണിത്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെ ലോബിയിലെത്തി. അവിടെ നിന്ന് ഷയാസിക്ക ക്യാബ് ബുക്ക് ചെയ്തു. ഫോർച്യൂണർ ആണ് ചൂസ് ചെയ്തത്. കുറെ ലഗേജസും ഒക്കെ ഉള്ളത് കൊണ്ട് അത് കാരണം അതിനകത്ത് എല്ലാ സാധനങ്ങളും സുഖമായിട്ട് വെക്കാൻ പറ്റി. വെച്ച് കാറി കയറിയതും ഹൈസാബി ഞാനും നല്ല ഉറക്കമായി. പകുതി എത്തിയപ്പോൾ ഷയാസിക്കായി ഉറങ്ങി എന്നാ പറഞ്ഞത്. പിന്നെ എയർപോർട്ട് എത്താറായപ്പോഴാണ് ഞാൻ എണീറ്റത്. അങ്ങനെ എടുത്ത ഒരു വീഡിയോ ആണിത്. അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ കയറാൻ വേണ്ടി പോവാണ്. ഷാസിക പ്രീമിയം ഫ്ലെക്സ് എടുത്തത് കൊണ്ട് തന്നെ എയർപോർട്ടിൽ കയറിയതും കാര്യങ്ങളെല്ലാം ഫാസ്റ്റ് ആയിട്ട് നടന്നു. പിന്നെ ബാഗൊക്കെ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ ടാക്സ് റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ കണ്ട ഒരു സണ്ണിന്റെ കാഴ്ചയാണിത്. അങ്ങനെ ഷാസിക ടാക്സ് എല്ലാം റീഫണ്ട് ചെയ്തതിന് ശേഷം ഡ്യൂട്ടി ഫ്രീ കയറി സാധനങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാനും ഹൈസാബിയും ലോസൻ വാങ്ങിച്ച കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചു. ഷാസികയുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ലോഞ്ചിൽ കയറാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുന്ന് ഗേറ്റിന്റെ ഫ്രണ്ടിലുള്ള ഫുഡ് കോർട്ടിൽ നിന്ന് ബബിൾ ടീ, ഒരു രാമൻ ബൗള്, എനിക്കൊരു കോഫിയൊക്കെ വാങ്ങിച്ച് അവിടെ കുടിച്ചിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഫ്ലൈറ്റിലെ പാസഞ്ചേഴ്സിനുള്ള കോൾ അനൗൺസ് ചെയ്തു. നമ്മൾ എയർപോർട്ടിലെത്തി. ഇനി ഫ്ലൈറ്റ് കയറി അവിടെ പോവാം. ന്യൂ ഹോമി. അവിടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും 5 മിനിറ്റ് ഡിലേ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബസ്സിൽ കയറി ഫ്ലൈറ്റിന്റെ അടുത്ത് പോയി. അപ്പോഴാണ് നമ്മൾ പ്രാം ഡ്രോപ്പ് ചെയ്യുന്നത്. കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ലഗേജസിന്റെ ഗ്രൗണ്ട് സ്റ്റാഫ് കാണും. അവരുടെ കൈ കൊടുത്താൽ മതി. നമ്മൾ ഇറങ്ങുമ്പോൾ അത് കിട്ടുകയും ചെയ്യും. ഈ പ്രാവശ്യം നമ്മൾ ഫ്രണ്ടിലെ സീറ്റ് തന്നെയാണ് എടുത്ത് ഹൈസാബിയം കൊണ്ട്, അതാണ് നല്ലത്. അങ്ങനെ ഫ്ലൈറ്റ് ഒന്ന് പൊങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് എത്തി. ഈ പ്രാവശ്യം നമുക്ക് 3 ഫുഡ് നമ്മുടെ ഫുഡും 3 ഫുഡ് കോംപ്ലിമെന്ററി ഉണ്ടായിരുന്നു. ബാക്കി വന്ന ഫുഡൊക്കെ തിരിച്ചു കൊടുത്തു. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഈ ഒരു ബബിൾ ജ്യൂസ് വാങ്ങിച്ചു, ഓറഞ്ചിന്റെ. അങ്ങനെ അതൊക്കെ കുടിച്ചിരുന്നപ്പോഴാണ് നമുക്ക് ഐഡിയ വന്നത് ഐഫോൺ എന്തുകൊണ്ട് എയർപ്ലെയിനിൽ വെച്ച് അൺബോക്സ് ചെയ്തുകൂടാന്ന്. അപ്പോൾ ഹൈസാബിക്കും ഭയങ്കര ത്രില്ലായി, എക്സൈറ്റഡ് ആയി. അങ്ങനെ ഹൈസാബി അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഫോണൊക്കെ എടുത്ത് വെളിയിൽ വെച്ചു. അങ്ങനെ എയർപ്ലെയിനിൽ വെച്ച് നമ്മൾ നമ്മുടെ ഐഫോൺ അൺബോക്സ് ചെയ്തു. അങ്ങനെ സ്റ്റിക്കർ വലിക്കുന്നതിലും തർക്കമായി. ഒരെണ്ണം ഹൈസ വലിക്കാൻ പറഞ്ഞു, ബാബ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, രണ്ടും അവൾക്ക് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളാണ് അത് അൺബോക്സ് ചെയ്തത്. അത് ഓപ്പൺ ചെയ്തതും എടുത്തതും ഒക്കെ ഹൈസാബി തന്നെയാണ്. അൽഹംദുലില്ലാ ഫോർ എവറിത്തിങ്. അങ്ങനെ ഐഫോണിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹൈസാബി നല്ല ഉറക്കമായി. പിന്നെ ലാൻഡിങ്ങിൻ്റെ സമയമായപ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് എണ്ണീപ്പിച്ചിരുത്തി. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. നമ്മൾ ലാൻഡ് ചെയ്തപ്പോൾ നാട്ടിലെ സമയം 12:15.
ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിൽ കയറിയതും ഫ്രണ്ടിൽ കാർട്ട് കിടപ്പുണ്ടായിരുന്നു. അതിനകത്ത് ഞാനും ഷാസിക്കായും ഹൈസാബിയും കയറി. കൂടെ ഒരു ഇച്ചിരി പ്രായമായിട്ടുള്ള ഒരു കപ്പിളും കയറി. ഇവർ നമ്മളെ എമിഗ്രേഷൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്ത് തരും. ഇത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാര്യം ഇച്ചിരി പ്രായമുള്ള ആൾക്കാർക്കും കൊച്ചുങ്ങളെയും കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കും കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടും ഈസി ആയിട്ടും എയർപോർട്ടിനകത്ത് തന്നെ പോകാൻ പറ്റും. ഇത് മുന്നേ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. നമ്മൾ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഡ്യൂട്ടി ഫ്രീയുടെ അടുത്തൂടെ പോയി നമ്മൾ ബാഗൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ചെന്ന് നിന്നതും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബാഗ് വന്നു. അത് വരാനൊന്നും ഡിലേ ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രാമ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വന്നത്. ആ സമയം കൊണ്ട് നമ്മൾ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷായി. അതിനുശേഷം എല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മൾ കാറിൻ്റെ അടുത്തോട്ട് പോവാണ്. ആ സമയത്താണ് ബമ്പറിൻ്റെ ഒരു ലോട്ടറി എടുക്കാമോ എന്ന് ചോദിച്ച ഒരു അപ്പം വന്നത്. ഇത്തിരി പ്രായവും നല്ല കൂടുതലാണ്. കണ്ടപ്പോൾ പാവം തോന്നി. അങ്ങനെ ഷാസിക്ക ഒരു ലോട്ടറി എടുത്തു. ഹൈസാബിയാണ് എടുത്തത്. അതിനുശേഷം നമ്മൾ കാറൊക്കെ എടുത്ത് എയർപോർട്ടിന് ബൈ പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ ഈ ട്രാവൽ വ്ലോഗ് ഇതോടെ അവസാനിച്ചു. ഇനി നാട്ടിലെ കുറേ വിശേഷങ്ങളും റുട്ടീൻസും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണാം. നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കൂ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചേഞ്ച് ചെയ്യാം. ഇതുവരെയും വോയിസ് ഓവർ ആയിരുന്നു കൊടുത്തിരുന്നത്. വീഡിയോയിൽ തന്നെ വോയിസ് കൊടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെയൊക്കെ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരാം. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പറയണം. പിന്നെ നാട്ടിലെത്തിയതും ഹൈസാബിക്കും മിമി ഫിഷും ദോശയും വേണമെന്നും പറഞ്ഞ് തുടങ്ങി. പോകുന്ന വഴിക്ക് വല്ല തട്ടുകട അങ്ങനെ തുറന്നിരിപ്പുണ്ടെങ്കിൽ അവിടുന്ന് ഹൈസാബിക്ക് വാങ്ങിച്ചു കൊടുക്കണം. നമ്മുടെ ചാനലും കണ്ടന്റും വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ. you